പതിവില്ലാതെ രാവിലെ എണീച്ച് ഞാനും സിയാദും കുറച്ച് ഫ്രണ്ട്സും നേരെ ടൗണിലേക്ക് വിട്ടു. പോകുന്ന വഴിക്ക് നമ്മൾ സ്വന്തം ബാലേട്ടനെ കണ്ടു. ബാലേട്ടൻ വേറെ ഒരു മൂഡിലായിരുന്നു. അങ്ങനെ ബാലേട്ടനോട് സംസാരിച്ച് നേരെ വിട്ടു കാഞ്ഞങ്ങാട് ടൗണിലേക്ക്. പോയതാണെങ്കിൽ ഗണേഷ് ഭവനിൽ 77 വർഷം പാരമ്പര്യമുള്ള ഗണേഷ് ഭവനിലാണ് ഞങ്ങൾ ഇന്ന് ചാവടിക്കാൻ വന്നിട്ടുള്ളത്. ഫുഡിൻ്റെ കാര്യത്തിൽ ഞാൻ പറയാം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒടുക്കത്തെ ടേസ്റ്റാണ് ഇവിടുത്തെ ഓരോ ഫുഡും. അങ്ങനെ എനിക്ക് സ്പെഷ്യലായിട്ട് തോന്നിയത് ഇവിടുത്തെ സീറ തന്നെയാണ്. മസ്റ്റ് ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റമാണ് ഇവിടുത്തെ സീറയും ചായയും. അങ്ങനെ സീറയും ചായയും കുടിച്ച് ഞങ്ങൾ നേരെ വിട്ട് നാട്ടിലേക്ക്. വീട്ടിൽ പോയി കടന്നുറങ്ങി നേരെ ഉച്ചയ്ക്ക് എണീച്ച് നേരെ ആയിട്സിൻ്റെ വീട്ടിലേക്ക് പോയി. ചെറിയൊരു നേർച്ച ഉണ്ടായിരുന്നു. അങ്ങനെ അവിടുന്ന് നേർച്ചൻ്റെ ഫുഡൊക്കെ കഴിച്ച് സിയാദ് ഒട്ടും കുറയാതെ കഴിച്ചു. ഈ പ്ലേറ്റ് കണ്ടാൽ അറിയാം അല്ലേ. അങ്ങനെ വൈകുന്നേരം ഫാമിലി ആയിട്ട് ഒന്ന് സിയാർത്തിന് പോകാൻ വിചാരിച്ചു. എൻ്റെ മോൾക്ക് ഇന്ന് 2 മാസം ഫുള്ളായ ദിവസമാണ്. ഫസ്റ്റ് ഞങ്ങൾ പോയത് ആറങ്ങാടി മക്കാമിലേക്കാണ്. എൻ്റെ ഉമ്മാരെ തറവാടും കൂടിയാണ് ആറങ്ങാടി. ഈ തൊട്ടടുത്ത് കാണുന്ന ഈ കുളത്തിലുണ്ടല്ലോ, ഞാനും എൻ്റെ ഫ്രണ്ട്സും ആറങ്ങാടിയിൽ ഒരുവിധ ആൾക്കാരും നീന്താൻ പഠിച്ച ഒരു കുളം കൂടിയാണ്. ഇവിടുന്ന് നേരെ വിട്ടത് കാസർഗോഡ് മാലിക് ദിനാറിലേക്കാണ്. അവിടെ എത്തുമ്പോഴേക്കും ഇഷാ വാങ്ങി കൊടുത്തിരുന്നു. ഇഷാവൊക്കെ നിസ്കരിച്ച് അവിടുത്തെ പള്ളി ഞാനൊന്ന് ഫുള്ളായി ചുറ്റി കറങ്ങി നോക്കി. 1400 വർഷം പഴക്കമുള്ള പള്ളിയാണ് മാലിക് ദിനാർ. പഴയ പള്ളിക്ക് ഒട്ടും തന്നെ കോട്ടം വരാതെ ഇപ്പോഴും സൂക്ഷിക്കുന്നുണ്ട്. മക്കാമിൽ പോയി സിയാർത്ത് ചെയ്ത് ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങി. പോകുന്ന വഴിക്ക് ഫുഡ് കഴിക്കാൻ കസാഡിൽ കയറി. അവിടെ ആണെങ്കിൽ നമ്മൾ ചങ്ങായി ഫായിസും ഉണ്ടായിരുന്നു. ഫുഡൊക്കെ ഓർഡർ ചെയ്ത് ഒരു 3/4 മണിക്കൂർ അവിടെ വെയിറ്റ് ചെയ്തു. ഒടുക്കത്തെ വെയിറ്റിങ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. ഫുഡ് കൊള്ളാം, അടിപൊളി.